എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ടിൽ പറയുന്നത് പോലെ എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനം ആഗതമാകും. നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നാം ഇന്ന് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആമേൻ സഹോദര, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ പാട്ടിൽ പറയുന്നത് എന്താ? എല്ലാ പ്രതികൂലങ്ങളും മാറി ഒരു ദിവസം ശുഭദിനം നമ്മുടെ ജീവിതത്തിൽ ആഗതമാകും. നാം കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കപ്പെടാം. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശുഭദിനം, ആമേൻ സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. അതിനുവേണ്ടി നാം ഒരുക്കപ്പെടാം, ഒരുങ്ങിയിരിക്കാം. ഏത് നേരവും നാം ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഉറ്റിരുന്ന് ആമേൻ സ്തോത്രം ഹാലില പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നാം. നമ്മുടെ ആമേൻ സ്തോത്രം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ നമുക്കായിരിക്കുന്ന ചുറ്റുപാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. ശുഭദിനമാഗതമാകുന്ന ആമേൻ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആമേൻ സ്തോത്രം. നാം ആയിരിക്കുന്ന ഈ പ്രതികൂല അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവമെന്ന് ഉണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം. ജീവിതത്തിൽ ആമേൻ സ്തോത്രം കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചെങ്കടൽ പോലെ ആമേൻ സ്തോത്രം സമാനമായ ആമേൻ സ്തോത്രം വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെയെല്ലാം ആമേൻ സ്തോത്രം അതിജീവിച്ച് പോകുവാനുള്ള ദൈവകൃപ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കേണ്ടതുണ്ട്. ആമേൻ ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആമേൻ സകല പ്രതികൂലങ്ങളെയും ജയിക്കുവാനുള്ള ദൈവകൃപ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം. നാം ഇന്ന് ഹല്ലേലൂയ വലിയ ഒരു ഓട്ടത്തിലായിരിക്കുന്നു. ആമേൻ നമ്മുടെ ഓട്ടം നാം ആമേൻ സ്തോത്രം ജയത്തോടെ തികച്ചെടുക്കേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല ഹല്ലേലൂയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ നമ്മെ തെറ്റിക്കുന്ന ആമേൻ ഹല്ലേലൂയ പല പോരാട്ടങ്ങളും ഉണ്ടാകും. പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കൃപ ഇന്ന് നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്? ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ്. ആമേൻ സ്തോത്രം. ദാവീദ് പറയുന്നത് ആമേൻ എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രതിസന്ധികളിലും ആമേൻ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നാം നമ്മുടെ ദൈവത്തെ ആമേൻ വാഴ്ത്തേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി തൻ്റെ അരുമനാഥനായ പുത്രനെ ഹല്ലേലൂയ ഈ ലോകത്തിൽ അയച്ച് ആമേൻ സ്തോത്രം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് ആമേൻ പോകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ ആമേൻ സ്തോത്രം അതിൽ നിന്നൊരു വിടുതൽ ദൈവം നമുക്ക് നൽകുവാൻ ശക്തൻ. ആമേൻ സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ശുഭദിനം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം എത്ര കഷ്ടത അനുഭവിച്ചാലും ആമേൻ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. ആമേൻ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടവരാണ്. ആമേൻ. എന്നും പ്രതികൂലമല്ല, എന്നും കഷ്ടങ്ങളല്ല, എന്നും കൊടുങ്കാറ്റുകളല്ല. ആമേൻ സ്തോത്രം. എന്നും ഹല്ലേലൂയ പർവ്വത സമാനമായ പ്രശ്നങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ. ആമേൻ സ്തോത്രം. എന്നാൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭദിനം ആഗതമാകും എന്ന് ആമേൻ സ്തോത്രം ഈ പാട്ടിൽ കൂടെ നാം കേൾക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ വിശ്വസ്തയോട് ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നാം നിൽക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ട സമയമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്ന് നാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ നമ്മളെ തന്നെ ആമേൻ സ്തോത്രം ഒന്ന് ശോധന ചെയ്യേണ്ട സമയങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ ആമേൻ മറ്റ് എത്രയോ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതം
ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ നമ്മൾ ആമേൻ പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതം നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ ചെലവഴിക്കുന്നു എങ്കിൽ ഘനമായത് ചിലത് പ്രാപിക്കുവാൻ തക്കോണം ആമേൻ സ്തോത്രം ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനത്തിൽ ആമേൻ നാം വേരൂന്നി വളരേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം ജീവിതത്തിൽ ആമേൻ സ്തോത്രം നാം എന്തെല്ലാം നേടിയാലും ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ആത്മാവിനെ നാം നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? നാം ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ ആമേൻ പല ആമേൻ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ആമേൻ പലരോടും ആമേൻ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ ആമേൻ സ്തോത്രം നൽകുവാനിടയായി തീരും. ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മീയ നന്മകൾ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. തലമുറകളെ ദൈവം മാനിക്കുവാനിടയായിത്തീരും. നാം ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതം ഓരോ ദിവസം മുന്നോട്ട് പ്രാർത്ഥനയോട് മുന്നോട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നയിച്ചു കൊണ്ടുപോകാം തക്കവണ്ണം ദൈവകൃപ നാം ദൈവസന്നിധിയിൽ പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.